നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഈ പോക്ക് പോയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL നിന്ന് റെലഗേറ്റഡ് ആവില്ലേ? ഭയമുണ്ട്, ആശങ്കയുണ്ട് ആരാധകർക്ക്. ഇന്നലെ പഞ്ചാബ് FCയോട് 3-1 വമ്പൻ പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ ഏറ്റുവാങ്ങിയത്. ഇത്രയും കളികൾ കഴിയുമ്പോൾ ഒരേ ഒരു പോയിന്റേ ഉള്ളൂ. അത് സമനില കൊണ്ട് കിട്ടിയ ഒരു പോയിന്റ്. ബാക്കി എല്ലാ കളികളും പൊട്ടി നിൽപ്പാണ്. നിലവിലെ പോയിന്റ് പട്ടികയിൽ 13ാം സ്ഥാനത്ത് നിൽക്കുന്നു. അത് മറുഭാഗത്ത് മുഹമ്മദ് നസി നല്ല കോമ്പറ്റീഷൻ നൽകുന്നത് കൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും താഴെ പോവാതിരിക്കുന്നത്. ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ, റെലഗേറ്റഡ് ആവും. ഇപ്പം നിലവിലെ ISLൻ്റെ പോയിന്റ് പട്ടിക ഒന്ന് എടുത്ത് നോക്കിയാൽ 4 കളി 0 പോയിന്റ് മുഹമ്മദ് നസി 14ാം സ്ഥാനത്ത്, 6 കളി ബ്ലാസ്റ്റേഴ്സിന് ഒറ്റ പോയിന്റ് 13ാം സ്ഥാനത്ത്. മുഹമ്മദ് നസിക്ക് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 2 കളി കുറവാണുള്ളെന്ന കാര്യം കൂടി ഓർക്കണം. അവരും മുന്നോട്ട് കയറാൻ സാധ്യതയുണ്ട്. സോ നല്ല സാധ്യതയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പോക്ക് പോയാൽ റെലഗേറ്റഡ് ആവാൻ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നലത്തെ തോൽവിക്ക് ശേഷം മാധ്യമങ്ങളെ കാണാൻ ഡേവിഡ് കാറ്റല വന്നില്ല, കോച്ച് വന്നില്ല. ഇതെന്തിൻ്റെങ്കിലും സൂചനയാണോ എന്നിപ്പോൾ പലരും ഡീകോഡ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ മാധ്യമങ്ങളെ കണ്ടത് അസിസ്റ്റൻറ്റ് കോച്ച് ചന്ദ്രശേഖർ റാവു ആയിരുന്നു. അദ്ദേഹത്തോട് ചന്ദ്രശേഖർ റാവു ചിന്തയോട് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണ്, കേരള ബ്ലാസ്റ്റേഴ്സ് റെലഗേറ്റഡ് ആവുമോ എന്നുള്ള ചോദ്യം വരുന്നു. ഭയക്കുന്നുണ്ടോ ബ്ലാസ്റ്റേഴ്സ്? റെലഗേഷൻ ഭയക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, വി ആർ നോട്ട് അഫ്രൈഡ് റൈറ്റ് നൗ. ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഭയമില്ല. ഇപ്പോൾ മുന്നിൽ ഇൻ്റർനാഷണൽ ബ്രേക്കാണ്. ഞങ്ങൾക്ക് അതിനുശേഷം റീഗ്രൂപ്പ് ചെയ്ത് കൂടുതൽ ശക്തമായിട്ട് തിരികെ എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഈ താരങ്ങളുടെ മെൻറ്റാലിറ്റിയൊക്കെ വെച്ച് ബ്ലാസ്റ്റേഴ്സിന് തിരികെ എത്താൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമാണ്. ഇപ്പം ഇന്നലെ മാർലോന് റെഡ് കാർഡ് കിട്ടുമ്പോൾ അത്തരത്തിലുള്ള വിശകലനങ്ങളാണ് പലരും നടത്തുന്നത്. അതായത് റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൂടി അധികം വിശ്രമം എടുക്കാം. ഏതായാലും ഇൻ്റർനാഷണൽ ബ്രേക്കാണ്, പിന്നെ ഒരാഴ്ച കൂടി വിശ്രമമൊക്കെ എടുത്തിട്ട് പതിയെ വന്നാൽ മതിയെന്നേ. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് പല താരങ്ങളും ഉള്ളത്, വിദേശ താരങ്ങളൊക്കെ ഉള്ളത് എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ഇപ്പോൾ കോച്ചിനോട് ചോദിക്കുമ്പോൾ വി ആർ നോട്ട് അഫ്രൈഡ് റൈറ്റ് നൗ എന്നാണ് പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ ഭയം തോന്നി തുടങ്ങിയിട്ടുണ്ട് ആരാധകർക്ക്. ടീം റെലഗേറ്റഡ് ആയി പോകുമോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക്. ഇപ്പോഴത്തെ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.